അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6 ലിസാനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് പറയാൻ പോകുന്നത്. അർദ്ധവാർഷിക പരീക്ഷയിൽ വന്നതായ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ പ്രവർത്തനം മനസ്സിലാക്കി എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ ലിസാനിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം. പ്രവർത്തനം 1 ന്യൂസിലു ബിൽ മുനാസിബി എന്നാണ്. യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കാണാൻ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വരിയുമായിട്ട് യോജിപ്പിക്കണം. 1 ഡാഷ് കുല്ലു ത്വാലിബിൻ ദർസഹു. ഡാഷ് കുല്ലു ത്വാലിബിൻ ദർസഹു. അപ്പോൾ അവിടെ യോജിച്ചത് മാത്രം അവിടേക്ക് എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി അഥവാ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം ഇതിൽ അറിയുന്ന പ്രവർത്തനം എടുത്തെഴുതുക. അതായത് അറിയുന്ന വാക്കുകൾ എടുത്തെഴുതുക. ഇപ്പം നിങ്ങൾക്ക് 4ാമത്തേതാണ് ഈ അറിയുന്നതെങ്കിൽ ആദ്യം ഇതാണ് എഴുതേണ്ടത്. അങ്ങനെ ബാക്കി വരുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതാം. അപ്പോൾ ഇവിടെ ഡാഷ് കുല്ലു ത്വാലിബിൻ ദർസഹു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് യോജിച്ച് ഏതാണ് വരിക? ത്വാലിബാണ്, വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥികളാണ്. കുല്ലു ത്വാലിബ് എന്നല്ല കൊടുത്തേക്കണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠങ്ങൾ എന്താ ചെയ്യുക? പഠിക്കട്ടെ. ലിയദുറുസ് എന്നതാണ് ഇങ്ങോട്ട് എഴുതി കൊടുക്കേണ്ടത്. ലിയദുറുസ് കുല്ലു ത്വാലിബിൻ ദറസഹു. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠങ്ങൾ പഠിക്കട്ടെ. 2 ഡാഷ് കുല്ലു ദാരിസിൻ ഫി വഖത്തിൽ ലഅബി. അവിടെ യോജിച്ചത് ഏതാണ്? ലി യൽഅബ്. ലിയൽഅബ് കുല്ലു ദാരിസിൻ. എല്ലാ വിദ്യാർത്ഥികളും കളിക്കട്ടെ. ഫി വഖത്തിൽ ലഅബി. കളിയുടെ സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും കളിക്കട്ടെ. അങ്ങനെയാണ് അർത്ഥം വരുന്നത്. ചിലപ്പോൾ അർത്ഥമായിട്ടും ചോദിക്കട്ടോ. ഇനി ഡാഷ് അഹാക്ക. ഇത് ഉൻസുർ അഹാക്ക എന്നതാണ് വരിക. ഉൻസുർ അഹാക്ക. നിന്റെ സഹോദരനെ നീ സഹായിക്കുക. 4 ഡാഷ് മൻ ഫിൽ അർളി. അവിടെ യോജിച്ചത് ഇർഹമു എന്നതാണ്. ഇർഹമു മൻ ഫിൽ അർളി. ഭൂമിയുള്ളവരോട് നീ എന്ത് ചെയ്യുക? കരുണ കാണിക്കുക. നിങ്ങൾ കരുണ കാണിക്കുക. ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഇനി 5 ഡാഷ് അൽ ഹഖ വ ഇൻ കാന മുർറൻ. അതിന് യോജിച്ചത് ഖുലി എന്നതാണ്. ഖുലിൽ ഹഖ വ ഇൻ കാന മുർറൻ. കയ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയുക. ഇനി അവസാനത്തത് 6ാമത്തത് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. അതിന് യോജിച്ചത് ഇനി ആ ഒറ്റം തന്നെ ഉള്ളൂ. ലിയക്തുബ്. ലിയക്തുബ് കുല്ലു ത്വാലിബിൻ. എല്ലാ വിദ്യാർത്ഥികളും എഴുതട്ടെ. ഫി ദഫ്തരി. അവിടെ നോട്ട് ബുക്കിൽ. അപ്പോൾ ആ പ്രവർത്തനം കഴിഞ്ഞു. ഇവിടെ അധികവും അംബ്രിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അംബ്ര വായിബാണ്. അംബ്ര വായിബ് വരുമ്പോൾ തുടക്കത്തിൽ ലാമായിരിക്കും. പക്ഷെ നെഹി വരുമ്പോൾ ലാ എന്നതായിരിക്കും. രണ്ടും വ്യത്യാസമുണ്ട്. നെഹീൻ്റെ ലാമ് ഇങ്ങനെയായിരിക്കും. അതുപോലെ അംബ്രിൻ്റെ ലാമാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും, ലി. മറ്റത് ലാ എന്നതായിരിക്കും. വ്യത്യാസമുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നുക്കമ്മിലുൽ ജദ്വല. കോളം പൂർത്തിയാക്കി കൊടുക്കാനാണ്. ഇവിടെ മുഫ്രദിൻ്റെ കോളം മുഴുവൻ എഴുതിയിട്ടുണ്ട്. അത് മുദക്കറാണോ മുഅന്നസാണോ മുദക്കറാണോ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അവിടെ എഴുതാം. അപ്പോൾ സിർ എന്നത് മുഫ്രദാണ്. അതായത് മുദക്കറായ പുരുഷനായ ഒരാളോട് പറയണത് സിർ. ഇനി അതിൻ്റെ മുസന്ന എഴുതുക. സീറ. സിർ
സീറ, സീറു, അങ്ങനെയാണ് വരിക. അതുപോലെ 2 ഉൻസുരി, ഇത് മുഅന്നസാണ്. ഉൻസുരി, ഉൻസുറ, ഉൻസുർന. അടുത്തത് ഉൻസുർ, അംബ്ര, മുദക്കറിനോട് പറയുന്നതാണ്. ഉൻസുർ, നീ സഹായിക്ക്. പുരുഷനോട് പറയുമ്പോൾ ഉൻസുർ, ഉൻസുർ, ഉൻസുറ, ഉൻസുറു, അങ്ങനെയാണ് വരിക. ഇനി ഈ ഭാഗത്ത് നോക്കാം. മുർ എന്നതും കൊടുത്തിട്ടുണ്ട്. മുർ മുഫ്രദാണ്, പുരുഷനാണല്ലോ. മുർ, മുറാ, മുറു. അടുത്തത് ബിഇ, മുഅന്നസാണ്. ബിഇ, ബിഅ, ബിഅന. അടുത്തത് ബിഅ, അത് മുദക്കറാണ്. ബിഅ, ബിഅ, ബിഉ, അങ്ങനെയാണ് അത് വരിക കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് സർഫാക്കി പഠിക്കുക തന്നെ വേണം, എന്നാലും ഇത് മനസ്സിലാകുള്ളൂ കേട്ടോ. ഇനി നുക്കമ്മിലു എന്നുള്ള അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാനാണ് വരി പൂർത്തിയാക്കി കൊടുക്കുക. അദാത്തു നഫി ഫിൽ മാലി, മാലിയിലെ നഫിയുടെ അടയാളം ഡാഷ്, ഏതാണ്? ഹറഫു മാ, മാ എന്ന ഹറഫാണ്. ഫി അവലിൽ ഫിഅലി, ഫിഅലിൻ്റെ തുടക്കത്തിൽ മാ എന്ന ഹറഫാണ് മാലിയിലെ മംഫിയുടെ അടയാളം എന്നാണ് അർത്ഥം വരിക കേട്ടോ. ഇവിടെ പൂരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. 2 ഇദാ ദഖല ഹറഫു ഡാഷ് ഫി അവലി ഡാഷ് യക്കൂനു മംഫിയൻ വ ഇല്ലാ യക്കൂനു മുസ്ബത്തൻ. അവിടെ എന്താണ്? ഇദാ ദഖല ഹറഫു ലാ, ലാ എന്ന ഹറഫ് പ്രവേശിച്ചാൽ ഫി അവലിൽ, ഫി അവലി ഫിഅലിൽ മുളാരിഇ, ഇവിടെ എന്താ എഴുതേണ്ടത്? ഫിഅലു മുളാരിഇ എന്ന് എഴുതണം. അപ്പോൾ യക്കൂനു മംഫിയൻ വ ഇല്ലാ യക്കൂനു മുസ്ബത്തൻ. യക്കൂനു അങ്ങനെ ആവുകയാണ്, പ്രവേശിക്കുകയാണെങ്കിൽ അത് മംഫി ആകും. വ ഇല്ല, അങ്ങനെയല്ലെങ്കിലോ യക്കൂനു മുസ്ബത്തൻ, അത് മുസ്ബത്താകും. ലാ പ്രവേശിക്കുകയാണ്, മംഫി ആകും. ലാ ഇല്ലെങ്കിൽ അത് മുസ്ബത്താകും. ഇനി അടുത്ത പ്രവർത്തനം നുമയ്യിസു എന്നതാണ്, വേർതിരിക്കാൻ. വളരെ സിമ്പിളായ പ്രവർത്തനമാണ്, പക്ഷെ കുറേ കുട്ടികൾ തെറ്റിക്കും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ പ്രവർത്തനം ചെയ്യേണ്ട രൂപം അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയായ ജുംല. ഇവിടെ പ്രവൃത്തി വരുന്നത് തുടക്കത്തിൽ ഒരു ജുംല, അതല്ലെങ്കിൽ ഒരു വരിയുടെ തുടക്കത്തിൽ ഫിഅലാണ് വരുന്നതെങ്കിൽ അത് ജുംലത്തുൽ ഫിഅലിയയിലാണ് എഴുതേണ്ടത്. ഇനി ഒരു ജുംലയുടെ തുടക്കം ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് ഇസ്മിയ ജുംലയിലും എഴുതുക. അപ്പോൾ ഫിഅലിയായ ജുംലയും ഇസ്മിയായ ജുംലയിലും വേർതിരിക്കാനാണ്. ബ്രാക്കറ്റിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ഏതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. 1 അൽ വലതു നായിമുൻ, ആൺകുട്ടി ഉറങ്ങുന്നവനാണ്. അത് നേരെ ജുംലത്തുൽ ഇസ്മിയയിലേക്കാണ് എഴുതുക. കാരണം അൽ വലതു എന്നത് എന്താണ്? ഇസ്മാണ്, ഒരു പ്രവൃത്തിയല്ലല്ലോ. ആൺകുട്ടി എന്നതൊരു പേരല്ലേ. അതുപോലെ അൽ ഹദീഖത്തു ജമീലത്തുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അത് ഏതിലാണ് വിടുക? അതും ഇസ്മയിലാണ് വിടുക. കാരണം അൽ ഹദീഖത്തു എന്നത് പൂന്തോട്ടം, അതൊരു ഇസ്മാണ്. അതുപോലെ സുർന മഖാബിറ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മക്ബറ ഞങ്ങൾ സന്ദർശിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ സുർന, ഞങ്ങൾ സന്ദർശിച്ചു എന്നത് ഫിഅലാണ്. അപ്പോൾ ഏതിലാണ് വിടുക? ഫിഅലിയായ ജുംലയിലാണ് വിടുക. ഇനി അടുത്തത് നഖ്റഉ കുല്ല ലൈലത്തിൻ സൂറത്ത് യാസീൻ, ഞങ്ങൾ എല്ലാ രാത്രികളിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യും. അപ്പോൾ അവിടെ ഏതാ വരിക? ഇത് ഇസ്മാണ്, അല്ല സോറി ഫിഅലാണ്. നഖ്റഉ എന്നുള്ളത് കണ്ടോ, അത് ഫിഅലായതുകൊണ്ട് നേരെ ഫിഅലിലേക്കാണ് എഴുതേണ്ടത്. ഇനി ലാ യർലല്ലാഹു ലിഇബാദിഹിൽ കുഫർ, അവിടെ കണ്ടോ ലാ യർലാ, അവിടെ തൃപ്തിപ്പെടുകയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ തൃപ്തിപ്പെടുക എന്നതൊരു ഫിഅലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ഫിഅലിയ ജുംലയിലാണ് എടുത്തെഴുതേണ്ടത്. അടുത്തത് അല്ലാഹു നൂറുസ് സമാവാതി, ഇതിൻ്റെ തുടക്കത്തിൽ അള്ളാഹ് എന്നത് ഇസ്മാണ്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, പേര് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അത്
ജുംലത്തുൽ ഇസ്മിയയിലാണ് പെടുക. അപ്പോൾ ആ രൂപത്തിൽ എല്ലാവരും എന്ത് ചെയ്യുക, വേർതിരിച്ച് എഴുതുക ജുംലത്തുൽ ഇസ്മിയും ജുംലത്തുൽ ഫിഅലിയയും. ഇനി അടുത്ത പ്രവർത്തനം നുസരിഫാണ്, സർഫാക്കാൻ. ഇവിടെ ഫിഅൽ കൊടുത്തിട്ടുണ്ട്, ലാ തക്തുബു. എന്ത് സർഫാക്കണം? ലാ തക്തുബാനി, ലാ തക്തുബൂന, ലാ തക്തുബീന, ലാ തക്തുബാനി, ലാ തക്തുബുന, ലാ അക്തുബു, ലാ നക്തുബു. ഇതുവരെ സർഫാക്കുക. പിന്നെ മാ ദഹബത, മാ ദഹബതുമാ, മാ ദഹബതും, മാ ദഹബതി, മാ ദഹബതുമാ, മാ ദഹബതുന്ന, മാ ദഹബതു, മാ ദഹബന. അതുപോലെ തമുദ്ദൂന, തമുദ്ദീന, തമുദ്ദാനി, തംദുദിന, അമുദ്ദു, നമുദ്ദു. ഇങ്ങനെയാണ് സർഫാക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം നുജീബു ആണ്. നമുക്ക് ഉത്തരം എഴുതാം. 1 അൽ അംറു നൗആനി മാ ഹുമ. അംറ് 2 വിധമുണ്ട്. ഏതൊക്കെയാണ് ആ 2 എണ്ണം? സിമ്പിളാണ്. അംറ് ഹാദിറും അംറ് ഗായിബും. അൽ അംറുൽ ഹാദിറു, അൽ അംറുൽ ഗായിബു എന്നിവിടെ എഴുതി കൊടുത്താൽ മതി. 2 അൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയ. ജുംലത്തുൽ ഇസ്മിയ എന്നാൽ എന്താണെന്ന്? സിമ്പിളാണ്. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തുൽ ഇസ്മിയത്തൻ. ഒരു ജുംല തുടങ്ങുന്ന ഇസ്മ കൊണ്ടാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയയാണ്. ഇനി അടുത്തത് നുതർജിമു, തർജിം ചെയ്യാനാണ്. ഇതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക. ളുരിബർ റജുലു ഫി ളുൽമത്തിൽ ലൈലി. രാത്രിയുടെ ഇരുട്ടിൽ പുരുഷൻ അടിക്കപ്പെട്ടു. 2 അന അജീഉ ഇലൽ മദ്രസത്തി ഗദൻ. ഞാൻ നാളെ മദ്രസയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.